രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ വി.ഡി. സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എല്ലാവരും നിയമസഭാ സ്ഥാനാർത്ഥികളായി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടവരാണ്. ഇതിൽ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മാതൃമണ്ഡലമായ ഹരിപ്പാട് വീണ്ടും മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാത്തവരായി ആരും കേരളത്തിലില്ല. വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ മാതൃമണ്ഡലമായിട്ടുള്ള പറവൂരിൽ മത്സരിക്കുന്നു. ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെയും മാതൃമണ്ഡലമായ പേരാവൂരിൽ മത്സരിക്കുന്നു. ആ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ശ്രീ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സ്ഥാനമുണ്ട്. അദ്ദേഹം 5 പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ആളാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന്. 25 വർഷം നിയമസഭാംഗമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രസിഡന്റായിരുന്നു, AICC അംഗമായിരുന്നു, കേരളത്തിൽ 2 പ്രാവശ്യം മന്ത്രിയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സ്വാധീനവും പരിചയവും അനുഭവ സമ്പത്തുമുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും ഹരിപ്പാട് മത്സരിക്കുകയാണ്. അദ്ദേഹത്തെ എതിർക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ CPI ആണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIക്ക് വിട്ടുകൊടുത്ത ഒരു സീറ്റാണ്. കഴിഞ്ഞ 2021 ശ്രീ രമേശ് ചെന്നിത്തല ഹരിപ്പാട് ഏതാണ്ട് 13,000 ചില്ലുവാന വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ 2021 നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഊഴം 6ാം ഊഴമാണ്. അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞാൽ ഹരിപ്പാടുമായി വളരെയേറെ വൈകാരിക ബന്ധമുള്ള, അവിടുത്തെ ഓരോ പുൽത്തരിയെ പോലും നന്നായി തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ 10-25 വർഷങ്ങൾ പ്രവർത്തിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഹരിപ്പാട് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല. അദ്ദേഹം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രചാരണ രംഗത്ത് ഇറങ്ങേണ്ട ആൾ കൂടിയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട്. ഹരിപ്പാടൊന്നും അദ്ദേഹം മുഴുവൻ സമയമൊന്നും ചെലവഴിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ആത്മാർത്ഥതയോടും ജാഗ്രതയോടും പ്രവർത്തിക്കും. മാത്രവുമല്ല, കളങ്കരഹിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമ കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് ആ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും എല്ലാവരും ശ്രീ രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണിപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ നേരിടുന്ന CPI സ്ഥാനാർത്ഥി താരതമ്യേന ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് എന്ന് വേണം കരുതാൻ. 3ാം മുന്നണിയുടെ പേരിൽ ഒരാൾ അവിടെ മത്സരിക്കുന്നുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥിയായി. അതൊക്കെ വെറുതെ മത്സരിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. BJPക്കൊന്നും ഹരിപ്പാട് മണ്ഡലത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ മുൻപ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുകയില്ല. അപ്പോൾ ഏതാണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. എന്നാലും ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ കക്ഷികളും നടത്തിയെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തലയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് തർക്കമൊന്നും തന്നെ ഇല്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ അവിടെ പ്രവർത്തനത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹം തീർച്ചയായും വിജയിച്ച് മുൻനിരയിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പുതിയ ഗവൺമെന്റ് കേരള സംസ്ഥാനത്ത് മെയ് മാസത്തെ രൂപീകൃതമാകുമ്പോൾ അവിടെ ഒരു നിർണായകമായ പങ്കും അദ്ദേഹത്തിന് വഹിക്കേണ്ടതായിട്ട് വരും എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം രാപകലില്ലാതെ പാർട്ടിയിലെ ഐക്യം നിലനിർത്തുന്നതിനും അർഹരായിട്ടുള്ള ആളുകൾക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ നേടിക്കൊടുക്കുന്നതിനുമൊക്കെ അഹോരാത്രം പണിഞ്ഞ ഒരാളാണ്. യുവാക്കൾക്കൊക്കെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നല്ല സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെയും കൂടെ ജാഗ്രത കൊണ്ടും ശുഷ്കാന്തി കൊണ്ടും ഒക്കെയാണ് നടന്നത്. അദ്ദേഹം പല ചെറുപ്പക്കാരെയും പുതുതായി രംഗത്ത് കൊണ്ടുവരാൻ പ്രയത്നിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും KPCC പ്രസിഡന്റും മറ്റ് സീനിയർ നേതാക്കളായിട്ടുള്ള ശ്രീ K. സുധാകരൻ, ശ്രീ K. മുരളീധരൻ തുടങ്ങിയവരെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഐക്യം ഇപ്പോൾ ഈ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഘടകത്തിലുണ്ട്. മുൻനിര നേതാക്കന്മാരെല്ലാം മത്സര രംഗത്താണ്. ശ്രീ K. മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു.
അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KPCC പ്രസിഡന്റ് പേരാവൂരും VD സതീശൻ പറവൂരും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും മത്സരിക്കുകയാണ്. എന്തായാലും ഒരു കടുത്ത മത്സരമാണ് കേരളത്തിൽ ആകമാനം നടക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ മാത്രം ഒരു ശക്തമായ ത്രികോണ മത്സരം ഉണ്ടെന്ന് പറയാം, BJPയുടെ സ്ഥാനാർത്ഥികൾ. എന്നാൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും നേരിട്ടുള്ള മത്സരമാണ്. UDFും LDFും തമ്മിലാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം പിണറായി വിജയനെ മൂന്നാം ഊഴത്തിലേക്ക് നയിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ശ്രീ രമേശ് ചെന്നിത്തലയൊക്കെ ഈ ഭരണത്തിനെതിരായി ധാരാളം അഴിമതി കഥകളും അഴിമതി ആരോപണങ്ങളും എല്ലാം ഉന്നയിച്ചതാണ്. അതെല്ലാം ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ മനസ്സിലുണ്ട്. അതൊക്കെ കോടതികളിലൊക്കെ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തായാലും വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വം ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ. കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ട്. അതിൽ അവഗണിക്കപ്പെടാനാവാത്ത വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെയേറെ പങ്കുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയെ ഇന്ന് പാർട്ടിയെ കരകയറ്റാൻ അഹോരാത്രം പണിഞ്ഞത് എന്നതും പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെയും പ്രയോജനം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് വളരെ നിർണായകമായ ഭൂരിപക്ഷം നേടി അദ്ദേഹം ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഒരു കഠിനാധ്വാനിയാണ്, ഒരു തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു കാരണവശാലും ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂഢമൂലമായ ഒരു ആദർശ സംഹിത പുലർത്തുന്ന ആദർശം ഉള്ള ഒരു സമർത്ഥനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് എന്ന് സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ആ അംഗീകാരം ഈ പ്രാവശ്യത്തിലെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് പാർട്ടിയും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും കണക്കുകൂട്ടുന്നതും.